എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എനിക്കറിയാം നമ്മുടെ സെറ്റപ്പ് വൻ ശോകം തന്നെയാണ്. പക്ഷേ ഇന്നലെ നമ്മുടെ ഫെന്റാസ്റ്റിക് ഫോറിന്റെ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് എന്താണെങ്കിലും എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. അപ്പോൾ കൂടുതലൊന്നും നോക്കിയില്ല, ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ഇതിന് ശേഷം ജുറാസിക് പാർക്കിന്റെ ആക്ച്വലി ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഹിയർ വി ഗോ. Welcome to the Baxter Building. We make a point to do family dinner every week. Sunday at 7 on the dot. 70s വൈബ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We're all here. പീറ്റർ പാസ്കൽ. മാർവൽ സ്റ്റുഡിയോസ് ലോഗോ പോയി. സ്റ്റാർ ടവർ. തിങ്. ക്ലാസിക് കോസ്റ്റ്യൂം ആണ്. Okay. Is this guy good or what? ജോസഫ് ക്യൂനോട്. Close the garlic. Not because it's not delicious. I just want to add a little bit of zip. Okay. ജൂലൈ. Before we went up the ഒറിജിൻ സ്റ്റോറി അവർ കാണിക്കൂ. you couldn't turn invisible. ചിലപ്പോൾ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് കാണിക്കുമായിരിക്കും. The best pilot in the world right here. Yeah. Best looking movies. And Johnny. ജോണി, വേർ ഇസ് ജോണി? യാ ജോണി. ഹ്യൂമൻ ടോർച്ച്. സിജെ കൊള്ളാൻ തോന്നുന്നു. Johnny is Johnny. ആഹാ. ഓക്കെ. സൂ സ്ട്രോ. ആ, ഇതിനകത്ത് ആരാണ് വില്ലൻ? 70s അവരുടെ ടീമിന്റെ കാറാണ്. ഓക്കെ. ഗലാക്ടസ്. ഓക്കെ. ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. അതിൻ്റെ ഒരു പേര് മാറ്റുമെന്ന് കേട്ടായിരുന്നു, പക്ഷെ മാറ്റിയില്ല. ജൂലൈ 2025. ഓക്കെ. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ആക്ച്വലി ഫാന്റാസ്റ്റിക് ഫോറിന്റെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ആ ഒരു പഴയ നൊസ്റ്റാൾജിക് വൈബ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. അടുത്ത ആഴ്ച നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സിനിമ ഇറങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതായിരുന്നു അവർ ഹൈപ്പ് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഈ ഒരു ട്രെയിലർ അത് കഴിഞ്ഞ് ഇറക്കിയാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഫാർ ആസ് ഒരു ട്രെയിലർ എന്നുള്ള രീതിയിൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ആൻഡ് നമ്മുടെ പുതിയ ക്യാമറയും കൂടിയാണ്. ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പോയിന്റ്.